ഹലോ SLC മക്കളെ, നിങ്ങളുടെ അവസാനത്തെ മോഡൽ എക്സാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമാണ്. എല്ലാവർക്കും സംശയം, മാത്സ് എക്സാം മോഡൽ എക്സാം ടഫ് ആയിരിക്കുമോ, സീനാവോ, മോയ ആവോ എന്നുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, ടഫ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. എന്തുകൊണ്ട് ടഫ് ആവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ബയോളജി എക്സാം ഒരു വിയേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ. സോഷ്യൽ എക്സാം വലിയ കുഴപ്പമില്ലെങ്കിലും ചിലവർക്ക് ടഫായിരുന്നു, ടൈം കിട്ടിയില്ല എന്ന് പറയുന്നു. ഈ ഫിസിക്സിലാണെങ്കിലും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ, അല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസോ ഔട്ട് ഓഫ് ടോപ്പിക്കോ അല്ല, ഇന്നേ വരെ PYQയിൽ വരാൻ കാണാത്തൊരു പാറ്റേൺ ആണ് വന്നത്. ഇതേ സംഭവം മാത്സ് പണ്ട് നടന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഇവിടെ ഒരു വളരെ ആൻസർ കുറേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിയൊരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഓക്കെ, SSLCയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ A+ പോകുന്ന സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ മാത്സിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് സോൾവ് ചെയ്ത് തരുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ഇതിൻ്റെ ആൻസർ വന്നതെന്ന്. നല്ല ടഫായിരുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് വന്നാൽ. അതേപോലെ ഈ ക്വസ്റ്റ്യൻ കുറേ ആൾക്കാർ വേഗം ഒരു ആൻസർ ഇതൊക്കെ തെറ്റായിരിക്കും. അതേ സംഭവം ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, ഈ ഓരോ ക്വസ്റ്റ്യനിലും നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്സിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ചെയ്തൊന്നുമല്ല, കോൺസെപ്റ്റ് റെഡി ആവണമെന്നാണ് മക്കളെ. +1ലും +1 ആൻസർ മാത്സ് എടുക്കുന്നതിന് +1 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും സംഭവം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ, പക്ഷേ കോൺസെപ്ച്വൽ ലെവൽ കുറച്ച് ക്വസ്റ്റ്യൻ വന്നു. കഴിഞ്ഞ വർഷം അല്ലെ ഏതൊരു വർഷം ഞാൻ കണ്ടതാണ്, 9ാം ക്ലാസ്സിലെ സിലബസിലെ ചോദ്യം പോളിനോമിയൽ. ഇത് 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് പോളിനോമിയൽ അല്ലാത്തത് എന്ന് ചൂസ് ചെയ്യണം, അല്ലെ പോളിനോമിയൽ ഏതാണെന്ന് ചൂസ് ചെയ്യണം. ഇന്നേ വരെ മാത്സിൽ ഡെഫിനിഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ വന്നിട്ടില്ല, പക്ഷേ 4 ഇക്വേഷൻ ഏതാണ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലല്ല ശരിക്കും പഠിക്കണം, 9ാം ക്ലാസ്സിലായിരുന്നു പഠിക്കാനുള്ളത്. പക്ഷേ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് മക്കളെ, പേടിക്കേണ്ട. നിങ്ങൾക്ക് എപ്പോഴും ഞാനൊരു കാര്യം പറയാറുണ്ട്, ഈ നോട്ട് ചെയ്തോ ഈ പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പരീക്ഷയിൽ 110 മാർക്ക് 110 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. പെന്ന് വരയ്ക്കുന്നില്ല കുഴപ്പമില്ല, 110 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ടോട്ടൽ. ആകെ നിങ്ങൾക്ക് ഫുൾ മാർക്കിന് വേണമെങ്കിൽ 80 മാർക്ക്, 30 മാർക്കിന് വിടണം എന്ന് നിർബന്ധമാണ്. ഒരാൾക്കും ആ 30 മാർക്ക് എടുക്കാമല്ല, വിടണം. ഇനി നിങ്ങൾക്ക് A+ വേണമെങ്കിൽ 38 മാർക്ക് വിട്ടോ കുഴപ്പമില്ല, A+ കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ നിങ്ങളിതാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ട പേടിക്കുക വേണ്ട, സന്തോഷത്തോടെ വിടുക, കുഴപ്പമില്ല. അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതുക. ഈ ക്വസ്റ്റ്യൻ വിട്ടോ, 6 മാർക്കോ 5 മാർക്കോ 4 മാർക്കോ ആയിട്ട് വിട്ടോ, ബാക്കിയുള്ള അറിയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എപ്പോഴും. പിന്നെ മക്കളെ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഇന്ന് വൈകുന്നേരം 7:30 എക്സാമിന് തലേന്ന് 7:30 ഫുൾ മാരത്തോൺ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും എല്ലാ സംഭവം. അതുപോലാതെ രാവിലെ 5 മണിക്ക് ഇതിൻ്റെ റിവിഷൻ ഉണ്ടാകുന്നതായിരിക്കും, ബൂസ്റ്റർ ലൈഫ്. ഇനി നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോർമുലയും ട്രിക്സും നോട്ട്സും ഷേപ്സും ഡയഗ്രാമും വേണമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ട് ചാനലിൽ. എല്ലാത്തിൻ്റെയും നോട്ട്സും കിട്ടും, PDF ആയി ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് മക്കളെ ചീറ്റ് കോഡ്. നിങ്ങൾക്ക് SLC മാത്സ് മൊത്തം പഠിക്കാൻ വേണ്ടി ഒറ്റൊരു PDF നോട്ട് വേണമെങ്കിൽ ഇതാണ്. ഇതിലെല്ലാ ഫോർമുലയുണ്ട്, എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്ന് വൈകുന്നേരം 7:30 കാണാം, നാളെ 5 മണിക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാം നമ്മൾ ഫുൾ പഠിച്ച് സെറ്റ് ആവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഫുൾ A+ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫുൾ A+ ഗോൾ എന്ന് പറഞ്ഞിട്ട്.